അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാന്തൽ ഫ്രൈ ഉണ്ടാക്കിയാലോ? വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കും. വേണ്ടിയിട്ട് ഒരു പാത്രത്തിലൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടി. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇതിൻ്റെ എരിവും ഉപ്പൊക്കെ ഒന്ന് നോക്കണം. അതിനുശേഷം മീനിൽ തേച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചില ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അതൊന്നും കൂടെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം മതി. ഈ മസാല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ വെള്ളവും അതുപോലെ വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. നമ്മുടെ മസാല നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ മസാലയുടെ ഉപ്പും എരിവൊക്കെ നോക്കണം. വേണമെങ്കിൽ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാന്തൽ ചേർത്ത് കൊടുക്കാം. മാന്തൽ നമുക്ക് നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിച്ച് വെക്കാം. നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിച്ച് നമുക്ക് ഈ മീൻ ഒരു 10 മിനിറ്റെങ്കിലും കുറഞ്ഞത് എടുത്ത് വെക്കാം. അതായത് ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കാം, അതല്ലെങ്കിൽ പുറത്ത് വെക്കാം. ഇനി 10 മിനിറ്റിൽ കൂടുതൽ നേരം നിങ്ങൾ വെക്കുകയാണെങ്കിൽ എന്തായാലും ഇത് നല്ലതുപോലെ കവർ ചെയ്ത്, പാത്രം നല്ലതുപോലെ കവർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫിഷ് ഫ്രൈ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു മീൻ ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും. അതുപോലെ മീൻ അടിയിൽ ഒട്ടിപ്പിടിക്കുകയില്ല. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി മീൻ ഒരു സൈഡ് ആയതിനു ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇട്ട വഴിക്ക് മറിച്ചിടുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലഷൊക്കെ പൊട്ടിപ്പോവും, ഒട്ട് നന്നായിരിക്കില്ല. അതുകൊണ്ട് ഒന്നായതിനു ശേഷം മാത്രം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മീനിൻ്റെ ഒക്കെ ഒരു ഭാഗം കറക്റ്റ് വെന്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഒട്ടും പൊടിയാതെ തന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം മറിച്ചിട്ട് കൊടുക്കാം. മാന്തൽ ഇവിടെ ആയിട്ടുണ്ട്. ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് 1 മിനിറ്റ് ഇങ്ങനെ ഇടാം. എന്നിട്ട് നമുക്ക് ഇത് കോരി വയ്ക്കാം. അതായത് പാനിൽ നിന്ന് മാറ്റാം.